ബിസിനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ് സത്യം. എല്ലാവരും പറയുന്ന പോലെ ഒരു കൊറോണയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ വെറുതെ ഇരുന്ന ഒരു ടൈമിൽ എന്ത് ചെയ്യാം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അറിയാതിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ബിസിനസ് എന്റെ അടുത്ത് എത്തിച്ച സമയത്ത് ഒരു 4 മാസത്തെ ഫോളോ അപ്പിന്റെ സമയത്തും ഞാൻ ഇത് ഏറ്റെടുക്കില്ല, അല്ലെങ്കിൽ ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ വളരെ സ്നേഹപൂർവമായ ഒരു നിർബന്ധത്തിന് വഴങ്ങി. അളിയനാണ് സംസാരിക്കുന്നത്. അപ്പോൾ നാളെയും നമുക്ക് എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഓടി എത്തേണ്ടത് ആളിലേക്കാണ്. എന്തായാലും കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിയാൽ മതി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ഇതിന്റെ അകത്തേക്ക് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാനതിൽ വർക്കൊന്നും ചെയ്യില്ല, എനിക്കിന്ന് താല്പര്യമില്ല, നിനക്ക് വേണ്ടിയിട്ട് മാത്രം. ആ ഒരു സമയത്ത് എന്റെ മകൻ ഡിഗ്രി പഠിക്കാൻ പോകുന്ന ഒരു സമയമാണ്. അവന് വേണ്ട എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് മാത്രം ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന ആളാണ്. പക്ഷെ വന്നത് കഴിഞ്ഞതിന് ശേഷം ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ഇൻസിഡന്റ് കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞ് പലരുടെ അടുത്തും പരിചയപ്പെടുത്തുന്ന സമയത്ത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള മറുപടികളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് തട്ടിപ്പാണ്, ഇതുപോലുള്ള ഒരുപാട് മേഖലകൾ ഇവിടെ വന്ന് കടന്നു പോയിട്ടുണ്ട്, ഇതൊക്കെ 6 മാസത്തിൽ കൂടുതൽ പോകില്ല എന്ന് പറഞ്ഞ സമയത്ത് ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മുന്നോട്ട് നിന്ന ഒരാളാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അളിയന്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങി മാത്രം ഞാൻ ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്താന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത് എന്തോ ഒരു നിമിത്തം പോലെ ആയിരിക്കാം ബോബി സാർ, നമ്മുടെ ബോച്ചെ, എന്റെ നാട്ടില് ഒരു കടയുടെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് വരികയും എനിക്ക് ആളെ ഒന്ന് നേരിട്ട് കാണാനും സംസാരിക്കാനും, ആ ഒരു കൊറോണയുടെ കാലഘട്ടം ആയതുകൊണ്ട് വലിയൊരു ആൾത്തിരക്കൊന്നും നമ്മൾ നിയമപരമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് അവിടെ എത്തിപ്പെടാനും ആളോട് സംസാരിക്കാൻ എനിക്ക് കിട്ടി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും വളരെ ഒരു അത്ഭുതമായിട്ട് ഞാൻ തന്നെ കാണുകയാണ്. ആളുടെ അടുത്തപ്പോ എനിക്ക് ചോദിക്കാൻ പറ്റി. പലരും പറയുന്നു ഇത് സാറിന്റെ കമ്പനിയല്ല, സാർ ഒരു പരസ്യത്തിന് വേണ്ടി മാത്രം നിന്നാണെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ആളോട് നേരിട്ട് ചോദിക്കാനും, അപ്പൊ ആള് കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണ്, ഒരു കൃഷിക്കാരൻ മാത്രമാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണകളില്ലെങ്കിലും ഇത് ഒരു അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് ആണെന്നുള്ളത് എനിക്കിത് മനസ്സിലായി. ഞാൻ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാം, ഈ ഒരു കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്ലാനിൽ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ ഒരു അറിവ് വെച്ചുകൊണ്ട് ഇതൊന്നും എന്റെ ബ്രെയിനിലേക്ക് എത്തി എന്നുള്ളതാണ് സത്യം. പക്ഷെ ഒറ്റ കാര്യം എനിക്ക് മനസ്സിലായി, ആളുടെ ഒരു ബിസിനസ് ആണ്, പിന്നെ ജോലി ചെയ്താലേ വരുമാനം കിട്ടുള്ളൂ, അങ്ങനെ ഒരു മേഖല നമുക്കറിയാം. എവിടെയും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ആ ഒരു ഇതോട് ഞാൻ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലേ, ആൾക്കാരിൽ നിന്ന് ഒരുപാട് നെഗറ്റീവുകൾ നമുക്ക് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പൊ ആ കിട്ടിയ ഒരു കാര്യവും അതേപോലെ ഇതിന്റെ പ്രോഗ്രാമുകളൊക്കെ സാർ പറഞ്ഞ പോലെ, പ്ലാനിൽ പറഞ്ഞ പോലെ അതിന്റെ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്നെ പോലുള്ള നിരവധി പേര് ഇത് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായ സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് വന്നു. അതിലൂടെ പതിയെ പതിയെ എന്റെ നാട്ടിൽ എന്നെ അറിയുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ എന്നിലേക്ക് വരികയും അതേപോലെ തന്നെ എന്റെ ഫാമിലിയിൽ എന്റെ വൈഫും കുട്ടികളൊക്കെ ഈ ബിസിനസ്സിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും, അതേപോലെ തന്നെ സാർ ഈ പ്ലാനിൽ പറഞ്ഞ ഈ ഒരു കമ്പനിയുടെ ഇപ്പൊ ഞാൻ DSR എന്ന റാങ്കിലാണ്, 6ാമത്തെ റാങ്കിലാണ് നിൽക്കുന്നത്. ഈ ഒരു റാങ്കിൽ ഉള്ളത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് എനിക്ക് കിട്ടി എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. പലരും വിചാരിക്കുന്നുണ്ടാവാം, ഇതിലൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരോ അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ട് പങ്കെടുക്കുന്നവർക്കോ ചില സംശയങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറയിപ്പിക്കുക, ഞാനൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ മീറ്റിങ്ങുകളൊക്കെ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇവർക്ക് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ വളരെ സത്യസന്ധമായിട്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ ബിസിനസ്സിൽ വന്നിട്ട് ഈ ഒരു റാങ്ക് വരെയുള്ള കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരു വർഷം കൊണ്ടാണ് ഈ ഒരു കമ്പനിയുടെ 3rd റാങ്ക്, നേരത്തെ സംസാരിച്ച SM സെയിൽസ്മാൻ എന്ന റാങ്ക്, അത് മുതൽ കൃത്യമായിട്ട് ആ മന്ത്ലി പെർഫോമൻസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ കമ്പനിയുടെ 3ാമത്തെ റാങ്കിലുള്ള ഇൻഷുറൻസ്, അതും എനിക്ക് ഒരു കഴിഞ്ഞ വർഷം ഒരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്ന സമയത്ത് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എനിക്കത് ഏൺ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പൊ കമ്പനിയിൽ നടന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു ഓഫർ, മലേഷ്യ ട്രിപ്പ് അച്ചീവ് ആകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും, വരുമാനങ്ങളാണെങ്കിലും എല്ലാം വളരെ കൃത്യതയോടുകൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് കിട്ടിയ ഒരു അവസരമാണിത്. ഈ ഒരു അവസരത്തെ നമ്മൾ മറ്റാരോ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി ഒരറിവും ഇല്ലാത്തവർ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ തള്ളിക്കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു കാലഘട്ടം നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരാൾ മാത്രം ജോലി ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റിയൊരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള വളരെ സേഫായ, അല്ലെങ്കിൽ പണനിക്ഷേപം ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റു ചില കമ്പനികളിലെ പോലെ മാസാമാസം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അത് കൊണ്ടുവരുന്ന വിൽക്കുന്ന ഒരു രീതിയല്ല നമ്മുടേത്. ഒരു വൺ ടൈം പർച്ചേസിംഗ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അതിലൂടെ നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് Fijikaart.com എന്നുള്ള കമ്പനി. ഞാൻ എന്റെ ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറയുന്നത്. എനിക്ക് ഒരുപാട് കഴിവുകളോ അറിവുകളോ ഉള്ള ഒരാളല്ല, ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരന്. എന്നെ പോലുള്ള ഒരാൾക്ക് ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഈ ഒരു കാലം കൊണ്ട് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ കഴിവും കപ്പാസിറ്റി ഉള്ള ഒരുപാട് പേര് ഈ സ്ക്രീനിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരൊക്കെ നിങ്ങളെ ബന്ധുവോ സുഹൃത്തുക്കളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒരു നല്ലൊരു അവസരം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങൾക്ക് ഈ അവസരം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിച്ചത്. അവരെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഈ ഒരു കമ്പനിയുടെ ബെനിഫിറ്റ് ഒന്നും അറിഞ്ഞുകൊണ്ടല്ല,
എന്നെ ഈ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത എന്റെ അളിയൻ ആൾ എന്നെ ഒരു പറ്റിക്കില്ല എന്നൊരു ചിന്താഗതി. അതുപോലെ നിങ്ങളെ ഈ ഒരു സ്ക്രീനിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ള അവരെ ഒന്ന് വിശ്വസിക്കുക. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പനി എന്താണെന്നൊന്ന് പഠിക്കുക, ഒന്ന് മനസ്സിലാക്കുക, ചെറുതായിട്ട് മനസ്സിലാക്കുക. സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കൈപിടിച്ച് നടത്താൻ വേണ്ടി, നമ്മൾ തളരുന്നിടത്ത് നമ്മുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നുകൊണ്ട് നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടാണ് ഓരോ ലീഡേഴ്സും ഫിജിക്ക.comൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാനിവിടെ സംസാരിച്ചുകൊണ്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും അല്ല നിങ്ങളിവിടെ കേൾക്കാനിരിക്കുന്നത് എനിക്കറിയാം. വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അദ്ദേഹത്തിന്റെ വിലയേറിയ വാക്കുകൾക്കാണ് നമ്മളെല്ലാം കാത്തു